أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين 23-ാമത്തെ ജുസ് തുടങ്ങുന്നത് വമാരിയല അബുദുല്ലദി ഫതറനി വ ഇലൈഹി തുർജഊൻ തൊട്ടാണ് തുടങ്ങുന്നത്. ഇത് സൂറത്ത് യാസീൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കം മുതൽ യാസീൻ്റെ തുടക്കം മുതൽ തന്നെ ഇൻഷാ അല്ലാഹ് ചർച്ച നമുക്ക് ചെയ്യാം. ഒരു 1.5 പേജ് 22-ാമത്തെ ജുസുവിൻ്റെ ലാസ്റ്റ് ഭാഗത്താണുള്ളത്. ഈ സൂറത്ത് ഇതിൻ്റെ തുടക്കം സൂറത്തുൽ യാസീൻ അല്ലാഹു സുബ്ഹാനഹു തുടക്കം തന്നെ പരിശുദ്ധ ഖുർആനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ സ്ഥിരപ്പെടുത്താൻ, നബിതങ്ങളുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സത്യം ചെയ്യുകയാണ്. അതാണ് വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. അതിനുശേഷം പിടിവാശിക്കാരുകളായ കൊടിയ കാഫിറുകൾ, അതായത് വെറും പിടിവാശിയുടെ പേരിൽ പരിശുദ്ധ ദീൻ സ്വീകരിക്കാത്തവർ. അപ്പോൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൽ അവർക്ക് ശിക്ഷ ഉറപ്പാണ്. അവരുടെ കാര്യം അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും എല്ലാം കണക്കാണ്, തുല്യമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഒരു നാട്ടിലെ അക്രമികളായ ഒരു സമൂഹം, അവർക്ക് ഒന്നിനു പിറകെ ഒന്നായി 3 ദൂതന്മാർ അവരുടെ അടുക്കൽ വരുന്നു. അവർക്ക് ഉപദേശം കൊടുക്കുന്നു, അള്ളാഹുലേക്ക് അവർക്ക് ദഅവത്ത് കൊടുക്കുന്നു. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, ആ ദൂതന്മാരെ ആരും തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, കേൾക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട്, ആ നാട്ടുകാരൻ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ദഅവത്ത് നടത്തുന്ന ആൾക്കാരുടെ ദഅവത്ത് നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ? ആ ദഅവത്തിൻ്റെ പേരിൽ നിങ്ങളുടെ നിന്ന് അവർ കൂലിയൊന്നും ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾ അവരുടെ ദഅവത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നു. അത് കേട്ട് ഇവർ ആ മനുഷ്യൻ്റെ നേരെ തിരിയുന്നു. അങ്ങനെ ആ മനുഷ്യനെ അവർ വധിക്കുകയാണ്. തഫ്സീറുകളിൽ കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ പേര് ഹബീബുൻ നജ്ജാർ എന്നാണ്. ആ മരണസമയത്ത് പോലും അദ്ദേഹം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നപ്പോഴും മരിക്കുമ്പോഴും തൻ്റെ സമുദായത്തിനോട് ഗുണകാംക്ഷിയായിരുന്ന മനുഷ്യനാണ്. കാരണം ആ സമയത്ത് പോലും അദ്ദേഹം പറയുകയാണ്, അള്ളാഹു എനിക്ക് കാണിച്ച, അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തന്നതും എനിക്ക് ഈ തരുന്ന അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ അവരും പരിശുദ്ധ ദീനിലേക്ക് വരുമായിരുന്നല്ലോ എന്ന രീതിയിൽ മരണസമയത്ത് പോലും അദ്ദേഹം ഒരു ഗുണകാംക്ഷിയാകുന്ന രംഗമാണ് പിന്നെ കാണുന്നത്. പിന്നെ അതിനുശേഷം നിഷേധികളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, അവർക്ക് എത്ര തെളിവുകൾ അവരുടെ മുന്നിൽ വന്നാലും അതിനെ അവർ തമാശയാക്കി തള്ളിക്കളയും. ഇനി യാസീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത തെളിവുകളിലൂടെ പ്രധാനപ്പെട്ട 3 വിഭാഗമായി തരംതിരിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന്, നിർജീവമായ ഭൂമി, അതിൽ മഴ വർഷിക്കുമ്പോൾ അതെല്ലാം തളിർത്തു വരുന്നു. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയെയും പകലിനെയും അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, എല്ലാ വസ്തുക്കളുടെയും ജോഡികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന്. എല്ലാ വസ്തുക്കളുടെയും ജോഡി ഇത് പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവജാലങ്ങളിൽ മാത്രമായിരുന്നു ജോഡി ഉണ്ടായിരുന്നത്, ആണ് പെണ്ണ് എന്നത്. അതിനപ്പുറത്തേക്ക് ജോഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്കറിയില്ല. പക്ഷേ പിന്നെയാണ് സയൻസ് ആ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും സസ്യങ്ങളിലുണ്ട്, എത്രത്തോളം ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളിലും ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രോൺ, പ്രോട്ടോൺ, അതിനകത്തും ജോഡികളുണ്ട്. കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുമുണ്ട് ജോഡികൾ. എല്ലാ വസ്തുക്കളിലും ജോഡികളുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജോഡികളെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അതിനകത്ത് കൃത്യമായ കണക്കനുസരിച്ച് സഞ്ചരിക്കുന്നു. രാത്രി അതിൻ്റെ കണക്കനുസരിച്ച്, പകൽ അതിൻ്റെ കണക്കനുസരിച്ച്, ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 3-ാമത്തെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു പറയുന്നത്, അവരുടെ മക്കളെ നിറഞ്ഞ കപ്പലുകളിൽ സഞ്ചരിപ്പിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. അതുപോലെ തന്നെ ഇതുപോലുള്ള സാധനം സഞ്ചരിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു. അതെല്ലാം വരും, ബാക്കിയുള്ള മൃഗങ്ങൾ വരും, ഇന്നത്തെ സംവിധാനങ്ങൾ വരും. നമുക്ക് സഞ്ചരിക്കാനുള്ള വസ്തുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ നമ്മൾക്ക് തോന്നിപ്പിക്കുന്നു, നമ്മളത് സൃഷ്ടിക്കുന്നു, നമ്മളത് ഉണ്ടാക്കുന്നു.
നമ്മളതിനകത്ത് സഞ്ചരിക്കുന്നു. അതെല്ലാം ഈ ആയത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ചുരുക്കത്തിൽ ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളെയും അവൻ്റെ ഖുദ്റത്തിൻ്റെ അടയാളങ്ങളെയും കൃത്യമായി ഈ ആയത്തുകളിലൂടെ പറയുകയാണ്. പിന്നെ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവത്തെക്കുറിച്ച് പറയുന്നു. അതിൽ സൂറെന്ന കാഹളത്തിൽ ഊതും. അപ്പോൾ ആദ്യം ഒരു ഊതൂതും, അതിന് നഫ്ഹത്തുൽ ഫസ എന്നാണ് പറയുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ചു പോകും, ആകെ പരിഭ്രാന്തരായിരിക്കും ജനങ്ങൾ. നമ്മൾ നേരത്തെ സൂറത്തുകളിലെല്ലാം പറഞ്ഞിരുന്നു, ഗർഭിണികൾ പോലും പ്രസവിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇത് ഫസഇൻ്റെ ഊത്താണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇസ്രാഫീൽ വന്ന് ഒന്നുകൂടെ ഊതും. ഈ ഊത്തെന്ന് പറയുന്നത് എല്ലാവരും ഈ ഊത്തിനകത്ത് മരിച്ചു പോകും. ഭൂമുഖത്ത് പിന്നെ ഒരു ജീവൻ്റെ ഒരു അംശം പോലും, ഒരു കണിക പോലും ബാക്കിയാകില്ല. എല്ലാം നിർജീവമായി പോകും. പിന്നെ മൂന്നാമത് വീണ്ടും ഒരു ഊതും. ഈ മൂന്നാമത്തെ ഊത്തിലാണ് ഖബറിലുള്ളവരും എല്ലാവരും പുനർജീവിക്കുകയും പിന്നെ അവിടെ ഹശറാണ്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നിലനിന്ന് പിന്നെ അതിനുശേഷം ഹശറാണ്. അവിടെ ചോദ്യോത്തരത്തിൻ്റെ മൈതാനം അവിടെ എന്ത് ചെയ്തു വന്നു കഴിഞ്ഞു. ഈ രീതിയിൽ മൂന്ന് ഊത്തുകൾ ഊതുന്നുണ്ട്. അതിൽ മുജ്രിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തും. അപ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും ആദ്യം വന്ന് കൂടുന്നത്. അപ്പോൾ അതിൽ നല്ല ആൾക്കാരാരാണ്, മുജ്രിമീങ്ങളാരാണ്, മുജ്രിമീങ്ങളെ എന്ത് ചെയ്യും, മാറ്റി നിർത്തും. എന്നിട്ട് അവരുടെ വാകൾ സീൽ ചെയ്യും. ഇതിനുശേഷം അവരുടെ കൈകളും കാലുകളും സംസാരിക്കും. അപ്പോൾ ഒന്ന് സാക്ഷിയാകും, മറ്റൊന്ന് സംസാരിക്കും. ഇപ്രകാരം മഹ്ശറയിൽ എല്ലാവരുടെയും വിചാരണ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിചാരണ നടത്തുന്നു. അങ്ങനെ വിചാരണ നടത്തിയതിന് ശേഷം സജ്ജനരായ ആൾക്കാർ സ്വർഗത്തിലേക്ക് പോകും, ദുർനടപടിക്കാരായ ആൾക്കാർ നരകത്തിലേക്ക് പോകും. ഈ സൂറത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത് തന്നെ നാളെ ഹശറിൻ്റെയും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സൂറത്തുൽ യാസീനിൽ ഏറ്റവും കൂടുതൽ ചർച്ച വന്നിരിക്കുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇതെല്ലാം നിഷ്പ്രയാസമാണ്. അവൻ്റെ വിഷയം അള്ളാഹു തന്നെ പറയുന്നു, ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിത്തീർന്നു. ഈ കുൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം അള്ളാഹു ഒരു സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാവും. അള്ളാഹുവിന് ഇതിനൊന്നും എന്തല്ല ഒരു പ്രയാസവുമില്ല എന്ന് ഈ സൂറത്തിൻ്റെ അവസാന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ അവസാനത്തിൽ പറയുകയാണ്. ഈ സൂറത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെയും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയും വളരെ ഉയർന്ന സാഹിത്യത്തിൽ, അറബി ഭാഷയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യത്തിൽ കൃത്യമായി വളരെ ജാമിയായ രീതിയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വിവരിച്ചതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് ഖുർആൻ്റെ ഹൃദയം എന്ന നാമം നൽകിയിരിക്കുന്നത്. സൂറത്തു സാഫാത്ത്, മലക്കുകളെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സാഫാത്തി സഫൻ. അപ്പം വരി വരിയായി നിൽക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം മലക്കുകളെ സംബന്ധിച്ച് മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളും അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നൊക്കെയുള്ള തെറ്റായ വിശ്വാസമുണ്ട്. അപ്പം മലക്കുകളെ കൃത്യമായി മലക്കുകളെക്കുറിച്ച് തുടങ്ങുകയാണ് ഈ സൂറത്തിൽ. അവരെപ്പോഴും അള്ളാഹുവിന് ഇബാദത്തിലും അള്ളാഹുവിൻ്റെ തസ്ബീലും മുഴുകിയിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വർണ്ണിക്കുകയാണ്, മലക്കുകളെക്കുറിച്ച് പരാമർശിക്കുകയാണ്. ഈ സൂറത്തിൽ തന്നെ അടിസ്ഥാനമായിട്ടും ഇത് നബി തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 182 ആയത്ത്, 5 റുക്കുകളുമാണുള്ളത്. പ്രധാനപ്പെട്ട ഇതിലെ പ്രമേയം തന്നെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്താണ്. അപ്പം ശേഷം മലക്കുകളെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ജിന്നുകളെക്കുറിച്ചാണ്. അപ്പം മലക്കുകളുടെ അവർ നടത്തുന്ന മശ്വറ കട്ട് കേൾക്കാൻ പോകുന്നു. അപ്പോൾ അവർക്ക് തീഗോളങ്ങൾ നേരിടേണ്ടി വരുന്നു, അതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഇസ്രാഫീലിൻ്റെ സൂറെന്ന കാഹളത്തിൽ ഊതുന്നത്, 3 തവണ ഊതുന്നത് തൊട്ട് മുമ്പുള്ള സൂറത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ കാഫിരീങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഈ ഭൂമുഖത്ത് എല്ലാം നിഷേധിച്ച് തള്ളിയിരുന്നു, പ്രത്യേകിച്ച് മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച് തള്ളിയിരുന്നവർക്ക് ആ സമയത്തുണ്ടാകുന്ന അവരുടെ ഖേദപ്രകടനം, ഇത് പ്രതിഫലത്തിൻ്റെ ദിവസമാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. നീ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. അപ്പം മറ്റവൻ കൈയൊഴിയുന്നു, ഞാൻ പറഞ്ഞിട്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള ആ രംഗമാണ് ആ ഭാഗത്ത് നടക്കുന്ന നാളെ മഹ്ശറയിൽ ഈ കാഫിരീങ്ങളുടെ നരകത്തിലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലുള്ള അവരുടെ സംഭാഷണം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷത്തിലായിരിക്കും, രാജകീയ സൗകര്യങ്ങളാണ്. അവർ പരസ്പരം ഇരുന്ന് വർത്തമാനം പറയും. അപ്പോൾ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഒരാളിങ്ങനെ പറയും,
എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ഒരുപാട് അധിക്ഷേപിച്ചു, എന്നെ ആക്ഷേപിച്ചു, എന്നെ കളിയാക്കി. നീ ഈ വിഡ്ഢിത്തരമൊക്കെ വിശ്വസിച്ച് പോവുകയാണോ? അപ്പോൾ അവനെ നിങ്ങൾക്ക് കാണണോ, അവൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള കൂട്ടുകാരോട്, സ്വർഗത്തിലുള്ള കൂട്ടുകാരോട് പറയും. അങ്ങനെ നരകത്തിൻ്റെ കുഴിയിൽ നടുക്ക് മധ്യേ കിടക്കുന്നത് ഇവന് കാണിച്ചു കൊടുക്കും. ഈ രീതിയിൽ കൃത്യമായി നാളാഖിറത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ നല്ല ഒരു ദൃശ്യാവിഷ്കാരത്തോടുകൂടെ ഈ സൂറത്തിൻ്റെ തുടക്ക ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഗുണപാഠത്തിന് വേണ്ടി ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലാദ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. തൻ്റെ വളരെ ഷോർട്ടായ രീതിയിൽ പറയുന്നുണ്ട്. സമുദായം അംഗീകരിച്ചില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുക്കിക്കൊന്നു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, അത് കുറച്ച് വിശാലമായ രീതിയിലാണ് ചർച്ച. 2 ഘട്ടമായിട്ടാണ് ആ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഇറാഖിലുള്ള സമയത്ത് തൻ്റെ സമുദായം, പിതാവ് ഉൾപ്പെടെയുള്ള സമുദായം അദ്ദേഹത്തെ അംഗീകരിച്ചില്ല, അദ്ദേഹത്തെ തീയിലിടാൻ വരെ റെഡിയായി. ആ ഒരു സാഹചര്യം. രണ്ടാമത് ഷാമിൽ വന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, അദ്ദേഹം ഓരോരോ പരീക്ഷണത്തിലും അദ്ദേഹം വിജയിച്ച് കയറിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ പറയുന്നതിൽ ഇവിടെ ഈ സൂറത്തിൽ മാത്രമായുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ പറയുന്ന വിഷയം. അത് മറ്റുള്ള സൂറത്തുകളിലെവിടെയും ഈ സംഭവം പറയുന്നില്ല. അപ്പോൾ അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ സ്വപ്നം തന്നെ വഹിയാണ്. പ്രവാചകന്മാരൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വഹിയുടെ സ്ഥാനത്താണ്. ബാക്കി അള്ളാഹു വഹിയായിട്ട് പറയുന്നത് പോലെ തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ മകനോട് വന്ന് പറഞ്ഞു, അള്ളാഹു എന്നോട് കൽപ്പിക്കുകയാണ് നിന്നെ ബലി കൊടുക്കാൻ. പക്ഷെ അവിടെ മകൻ്റെ മറുപടി, താങ്കളത് തീർച്ചയായിട്ടും ചെയ്യണം, തീർച്ചയായിട്ടും ഞാൻ താങ്കളോടൊപ്പം ഉണ്ടാകും, എന്നെ ഒരു ക്ഷമാശീലനായിട്ട് താങ്കൾക്ക് നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടാൻ കഴിയും. അതിന് തയ്യാറാകുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം വിജയിച്ച് കയറിയതാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച് കയറിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ പരീക്ഷണം ഈ പരീക്ഷണമാണ്, സ്വന്തം മകന് ബലി കൊടുക്കുക എന്ന പരീക്ഷണം. പക്ഷേ അതിൽ പോലും അദ്ദേഹത്തിന് ഇടറിയില്ല, അദ്ദേഹത്തിൻ്റെ കൈയിടറിയില്ല, കാലിടറിയില്ല. അതിനുപോലും അദ്ദേഹം തയ്യാറായി. സ്വന്തം മകനെ പിടിച്ച് കിടത്തി ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന വരുന്നു, ഖദ് സദ്ദഖ്ത റുയ, കണ്ട സ്വപ്നം അത് താങ്കൾ അംഗീകരിച്ചു, അത് വാസ്തവമാക്കി. ഇനി താങ്കൾ തങ്ങളുടെ മകനെ അറുക്കേണ്ടതില്ല, മകനെ ബലി കൊടുക്കേണ്ടതില്ല. അടുത്ത് കാണുന്ന ഒരു ആട്, ആ ആടിനെ ബലി കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ പോലും വിജയിച്ച് കയറിയ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ജീവിതം മുഴുവനും അനുസരണ, അതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. അതിനുശേഷം ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം കൂടുതലൊന്നും ഖുർആനിനകത്ത് അതിൻ്റെ വിശദീകരണമില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. ചരിത്രത്തിലൊക്കെ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രദേശം, ബഅലബിക്ക് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അതൊരു വിഗ്രഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സമുദായം ബഅൽ എന്ന് പറയുന്നൊരു വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഇല്യാസ് അലൈഹിസ്സലാമിൻ്റെ ദഅവത്ത് സ്വീകരിച്ചില്ല. കുറച്ച് പേര് അംഗീകരിച്ചു, ബാക്കി കൂടുതൽ പേരും എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. അങ്ങനെ അള്ളാഹു അവർക്ക് നാശമുണ്ടായി, അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ആ സ്ഥലം ഏകദേശം ഡമസ്കസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആ ഭാഗം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ അതിൻ്റെ ശേഷിപ്പുകളുണ്ട് എന്ന്. പിന്നെ അതിനുശേഷം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സദ്ദൂം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരൻ്റെ മകനാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, എൻ്റെ അവരെ ആ കൗമിനെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നു. ഇബ്രാഹിം നബി അടുക്കലാണ് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന നാട് നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ പറയും, എൻ്റെ സഹോദരൻ്റെ മകൻ അവിടെയുണ്ട്. പറയും, നീ ഇബ്രാഹിം നബിയോട് പറയുന്നു, ഭയപ്പെടേണ്ട, ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ ലൂത്ത് നബിയെ അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഭാര്യ ഒഴിച്ച്
ഈ രീതിയിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. ശേഷം അവസാനം യൂനുസ് നബിയുടെ സംഭവമാണ്. യൂനുസ് നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തിന് ദഅവത്ത് കൊടുക്കുന്നു. അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹുക്കുമ് 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അദാബ് വരും, ശിക്ഷ വരും എന്ന് അറിയിക്കുന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് അള്ളാഹു ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നാട്ടുകാർ സംസാരിക്കും, ഈ യൂനുസ് നബി 3 ദിവസത്തിനുള്ളിൽ അള്ളാഹിൻ്റെ ശിക്ഷ വരുമെന്നല്ലേ പറഞ്ഞത്. ഈ 3 ദിവസത്തിനുള്ളിൽ യൂനുസ് നബി നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ മനസ്സിലായിക്കൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷ വരാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ നാട്ടിൽ യൂനുസ് നബി ഇല്ല. അപ്പോൾ ചെറിയ ചെറിയ അടയാളങ്ങൾ, ശിക്ഷയുടെ അടയാളങ്ങൾ കാണുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഇവർ പേടിച്ച് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് റുജൂ ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് റുജൂ ചെയ്യുന്നതോടുകൂടെ അള്ളാഹു അവരുടെ ശിക്ഷയെ മാറ്റും. പിന്നെ ഇവർക്ക് ശിക്ഷ നടക്കുന്നില്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ തൗബ ചെയ്ത കാര്യങ്ങളൊന്നും അറിയുന്നതുമില്ല. യൂനുസ് നബി അലൈഹി സ്വലാം നോക്കുമ്പോഴത്തേക്ക് അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ അവിടേക്ക് തിരിച്ചു വരാൻ യൂനുസ് നബി അലൈഹി സ്വലാത്തിന് മടിയാകും. കാരണം ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിൽ വന്നില്ല എന്ന് വിചാരിച്ച് ജനങ്ങൾ എന്നെ നിഷേധിച്ച് തള്ളുകയും എന്നെ കൊന്നുകളയാനും സാധ്യതയുണ്ട്. ഈ കാരണത്താൽ യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹു കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, അള്ളാഹുവിൻ്റെ ഹുക്കുമ് വരുന്നതിന് മുമ്പ് തന്നെ നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് ആൾ വീണ്ടും നാട് വിട്ടുപോയി. അപ്പോൾ ഈ നാട് വിട്ടു പോകാൻ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നിരുന്നില്ല. അങ്ങനെ നാട് വിട്ടുപോയി. അങ്ങനെ സമുദ്രത്തിൻ്റെ തീരത്തെത്തി. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സമുദ്രത്തിനകത്തൊരു കപ്പലിൽ അദ്ദേഹവും കയറി. അങ്ങനെ കയറി ആ കപ്പൽ ഉലയാൻ തുടങ്ങി. അപ്പോൾ ആ കപ്പലിലുണ്ടായിരുന്നവർ നറുക്കിട്ടു, ഇതിലേതോ ഒരാൾ അള്ളാഹുവിൻ്റെ കോപത്തോടുകൂടെ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കപ്പൽ ഉലയുന്നത്. അപ്പോൾ അയാളെ നമ്മൾ ഈ കപ്പലിൽ നിന്ന് എടുത്ത് താഴെ ഇടണം, വെള്ളത്തിലിടണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടൂ എന്ന് തീരുമാനിക്കുകയും ഇവരെല്ലാവരും കൂടെ നറുക്കിടുകയും ചെയ്യുന്നു. അപ്പം നറുക്കിടുമ്പോൾ ബഹുമാനപ്പെട്ട യൂനുസ് നബിയുടെ പേരാണ് വരുന്നത്. അപ്പോൾ അവർക്കത് തോന്നൂല, കാരണം യൂനുസ് നബി ഒരു പ്രവാചകനാണ്. ആ മുഖം കണ്ടപ്പോൾ അവർക്ക് തോന്നുന്നില്ല ഇദ്ദേഹമാണ് എന്ന്. വീണ്ടും നറുക്കിടുന്നു, വീണ്ടും ആ പേര് വരുന്നു, വീണ്ടും നറുക്കിടുന്നു, വീണ്ടും ആ പേര് വരുന്നു. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് തള്ളുകയാണ്. അവിടെ ഒരു മീൻ കാത്തു നിൽക്കുന്നു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങാൻ. അങ്ങനെ വിഴുങ്ങുന്നു. അതിനുശേഷം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മീൻ്റെ വയറ്റിൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ദിക്ർ ചെയ്തുകൊണ്ടേ അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല ഹുക്കുമ് വരുന്നു. ആ മീൻ വന്ന് കരയിലേക്ക് ഈ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തുപ്പുകയാണ്. ഇത് യൂനുസ് നബി അലൈഹി സ്വലാത്തിൻ്റെ സംഭവം ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മുമ്പ് കഴിഞ്ഞ സൂറത്തുകളിലും ഇത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം വന്നിട്ടുള്ളതാണ്. അങ്ങനെ മീൻ്റെ വയറ്റിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റിലായിട്ട് കഴിഞ്ഞുകൂടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മീന് ഹുക്കുമ് കൊടുക്കുകയാണ്, കൊണ്ടുവന്ന് കരയിൽ എന്ത് ചെയ്യാൻ, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തുപ്പാൻ. അങ്ങനെ ആ മീന് കരയിൽ കൊണ്ടുവന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കക്കുകയാണ്. അപ്പോൾ ശരീരത്തിൽ രോമങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹുക്കുമിൽ അവിടെ ഒരു ചെറിയ ചെടി മുളച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ പഴം തിന്നുന്നു. പിന്നെ ഒരു ആട് വരുന്നു, അതിൻ്റെ പാല് കുടിക്കുന്നു. ഈ രീതിയിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വരികയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. ഇത് ഈ സൂറത്തിലുടനീളം അവസാന ഭാഗത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. അതിനുശേഷം മലായിക്കത്തുകളെ സംബന്ധിച്ചുള്ള മക്ക മുശ്രിക്കീങ്ങളുടെ തെറ്റായ വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നുള്ള അവരുടെ തെറ്റായ വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും പ്രതിപാദിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖണ്ഡനം നൽകുകയാണ്. സൂറത്തു സ്വാദ് തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 88 ആയത്തുകളും 5 റുക്കുകളുമാണുള്ളത്. സൂറത്തിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തിൻ്റെ അടയാളങ്ങൾ, അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ അഹങ്കാരം, അവരുടെ വിഡ്ഢിത്തം, അവരുടെ അറിവില്ലായ്മ, ഇത് കൃത്യമായി വരച്ചു കാണിക്കുന്നു. അവരുടെ ഓരോരോ വിമർശനങ്ങൾ പ്രവാചകന്മാർക്കെതിരെ, അതിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഞങ്ങളിൽ നിന്ന് തന്നെ ഒരാൾ പ്രവാചകനായിട്ട് വരികയോ, അപ്പോൾ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിമർശനം. രണ്ടാമത്തത്, ഈ കാണുന്ന പ്രപഞ്ചവും ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം, ഇതെല്ലാം നോക്കിക്കാണാൻ, ഇതെല്ലാം നിയന്ത്രിക്കാൻ ഒരു അല്ലാഹു മാത്രം മതിയോ, ഒരു അല്ലാഹു മാത്രം മതിയോ എന്നുള്ളതാണ് ഇവരുടെ
വിമർശനങ്ങൾ. അപ്പോൾ അതിന് കൃത്യമായ മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. അതിനുശേഷം മുൻ കഴിഞ്ഞുപോയ അഹങ്കാരികളായ സമുദായം അവരുടെ അന്ത്യം എന്തായി എന്ന് നോക്കാൻ വേണ്ടി പറയുന്നു. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമ കൈക്കൊള്ളാൻ പറയുകയാണ്. ക്ഷമ കൈക്കൊള്ളുക, അതുപോലെ പ്രവാചകന്മാരെ ഓർക്കുക, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുക. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എല്ലാ ബാഹ്യവും ആന്തരികവുമായ ദുന്യവിയും എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ എന്നാലും പൂർണ്ണമായും അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഒരു ദിവസം നോമ്പാണ്, ഒരു ദിവസം നോമ്പില്ല, ഈ രീതിയിൽ ഒന്ന് ഇടവിട്ട് നോമ്പ് വയ്ക്കുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ രാത്രിയുടെ പകുതി ഇബാദത്തിലും പകുതി ഉറക്കത്തിലും, അതുപോലെ തന്നെ ദിക്ർ, ഏത് സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഹൃദയമാണ് അദ്ദേഹത്തിന്, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന നാവാണ്. അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത മാസ്മരിക ശബ്ദം, ആ ശബ്ദത്തിൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. ആ തസ്ബീഹ് കേട്ടിട്ട് പക്ഷികളും പർവ്വതങ്ങളും തസ്ബീഹ് ചെയ്യുകയാണ്. ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അയ്യൂബ് നബിയെ കുറിച്ചുള്ള പരാമർശമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു എല്ലാ അർത്ഥത്തിലുള്ള നിയമത്തുകളും അനുഗ്രഹങ്ങളും കൊടുത്തു. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണമുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചില സമയത്ത് നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെയും നമ്മൾ അടിയുറച്ച് നിൽക്കണം, ക്ഷമ കൈക്കൊള്ളണം. ഇതെല്ലാം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. അപ്പോഴും നമ്മൾ അള്ളാഹുവിനുള്ള പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്തും അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതാണ്. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. ആ രോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ബന്ധുക്കളും എല്ലാവരും അദ്ദേഹത്തെ വിട്ടുപോയി. ആ രീതിയിൽ സ്വന്തം ഭാര്യ ഒഴിച്ച് ബാക്കി ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. പക്ഷെ ആ സമയത്തെല്ലാം അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു, അള്ളാഹുൽ തവക്കുൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാഠമാണ്. ദുനിയാവിൽ നമ്മൾ നമ്മുടെ ഈ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ പല സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ രൂപത്തിലാകട്ടെ, അത് മുസീബത്തിൻ്റെ രൂപത്തിലാകട്ടെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. ഇതിൽ അള്ളാഹു നമ്മളോട് ഈ സമയത്ത് എന്താണോ ചെയ്യാൻ നമ്മളോട് പറയുന്നത്, കൽപ്പിക്കുന്നത്, അത് കൃത്യമായി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ക്ഷമ കൈക്കൊള്ളേണ്ട സമയത്ത് നമ്മൾ ക്ഷമ കൈക്കൊള്ളുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ രേഖപ്പെടുത്തേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി ശുക്ർ രേഖപ്പെടുത്തുക. ഇതാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. ശേഷം ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, പിന്നെ ഈ സൂറത്തിൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും 2 വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ അള്ളാഹുവിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയ സംഭവം ഇതിൽ കാണാൻ കഴിയും. അതിലൊന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വീഴ്ചയാണ്. അപ്പോൾ ആ വീഴ്ചയിൽ അതിനുശേഷം അദ്ദേഹം ഇബാദത്തിലായി കഴിഞ്ഞു കൂടുമ്പോൾ 2 പേര് അവരുടെ വിഷയത്തിൽ തീരുമാനം, അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവരുടെ അടുക്കൽ വരുന്നു. അപ്പോൾ ഈ പ്രശ്നം വന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിന് ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പരിഹാരം പറഞ്ഞു കൊടുത്തു. പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടായ എൻ്റെ ആ പ്രശ്നത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗത്തു നിന്നുണ്ടായ ഉണർത്തലാണ്, ഇന്നലെ ഉണ്ടായ തെറ്റിൻ്റെ പേരിലുള്ള ഉണർത്തലാണ് ഇത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയും പെട്ടെന്ന് അദ്ദേഹം സുജൂദിലേക്ക് വീഴുകയും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയും ചെയ്ത സംഭവമാണ്. ഈ സംഭവം ആയത്തിൽ പറയുന്നുണ്ടെങ്കിലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായ ആ പിഴവ് എന്താണ് എന്ന് ഖുർആൻ പറയുന്നില്ല. അത് ഖുർആൻ ഹൈഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ബൈബിളിലൊക്കെ വളരെ മോശമായ രീതിയിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ സന്ദർഭത്തിൽ വിവരിക്കുന്നുണ്ട്. മറ്റൊരു സ്ത്രീയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായി, മോശമായ ബന്ധമുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഒരു പ്രവാചകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നതല്ല. അത് കൈകടത്തലുകൾക്ക് വിധേയമായി അനാവശ്യം ആരോ എഴുതി ചേർത്ത സംഭവങ്ങളാണ്. പക്ഷേ യഥാർത്ഥ സംഭവങ്ങൾ നമ്മുടെ തഫ്സീറിൻ്റെ കിതാബിൽ വരെ ചില വിശദീകരണങ്ങൾ ഇതിൻ്റെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഖുർആൻ ഈ വിഷയം ഹൈഡ് ചെയ്തതുകൊണ്ട് നമുക്കും ഇത് പ്രത്യേകിച്ചൊന്നും തന്നെ നമുക്കിതിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ അള്ളാഹുലേക്ക് ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങിയ കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാ പറയാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പരീക്ഷണം അദ്ദേഹത്തിനുമുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ജിഹാദിന് തയ്യാറാകാത്തതിൻ്റെ പേരിൽ അദ്ദേഹം നാളെ
അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാ ഭാര്യമാരുടെ അടുക്കലും പോവുകയും അങ്ങനെ ആ ഭാര്യമാരിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ജിഹാദ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും പക്ഷേ ഇൻഷാ അല്ലാഹ് പറയാതെ വിടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉണർത്തൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുന്നു. ഒരു ഭാര്യ മാത്രമാണ് ഗർഭം ധരിക്കുന്നത്, അത് തന്നെ ചാവിള്ളയായി ഗർഭം അലസിപ്പോവുകയാണ്. അപ്പോൾ ഈ ഉണർത്തലിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങുകയാണ്, തൗബ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയാണ്. ശേഷം 2 പ്രവാചകന്മാർ, ഒന്ന് അൽ-യസഅ പിന്നൊന്ന് ദുൽകിഫിൽ, ഈ 2 പ്രവാചകന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. ഇവരുടെ പേര് മാത്രമേ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുള്ളൂ. അത് ഒന്ന് ഈ സൂറത്തു സാദിലാണ്, പിന്നൊന്ന് സൂറത്തുൽ ആറാഫിലാണ്. ഈ 2 സ്ഥലത്ത് മാത്രമേ ഈ പേര് പോലുമുള്ളൂ. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എവിടെയുമില്ല. പിന്നെ ചരിത്ര പുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഇവർ ഇസ്രായേലി പരമ്പരയിലുള്ളവരാണ് ഈ പ്രവാചകന്മാർ. അതിൽ അൽ-യസഇൻ്റെ ഒരു ഖലീഫയാണ് ദുൽകിഫിൽ. അൽ-യസഅ എന്ന് പറയുന്നത് ഇല്യാസ് അലൈഹിസ്സലാം എന്ന പ്രവാചകൻ്റെ സഹോദരൻ്റെ മകനാണ് അൽ-യസഅ. അപ്പോൾ അവരുടെ ഖലീഫയാണ് ദുൽകിഫിൽ. പ്രവാചകനാണെന്നും പ്രവാചകനല്ലെന്നും അഭിപ്രായമുണ്ട്, പക്ഷേ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത്, അതുകൊണ്ട് പ്രവാചകനാണെന്ന അഭിപ്രായമാണ് കൂടുതലും. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഈ ഉണർത്തലിലൂടെ നമുക്ക് ഗുണപാഠം എടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഗുണപാഠം എടുക്കുകയാണ് ചെയ്യേണ്ടത്.